നമ്മൾ ഈ കാര്യത്തിൽ ഇനിയിപ്പോൾ അത്തരത്തിലുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വളരെ സ്ട്രോങ് ആയിട്ട് നിന്നതാണല്ലോ. പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു, ബാക്കിയുള്ളവരുണ്ടായിരുന്നു. ഒരാൾ പിന്നെ അബ്സെൻ്റായിരുമ്പോൾ അതിന് വലിയ അതൊക്കെ ഇതിൻ്റെ ഈ ഒരു ഐക്യദാർഢ്യത്തിന് ഓർലേൽപ്പിക്കാൻ വേണ്ടി തൽപര കക്ഷികൾ കുത്തിപ്പൊക്കി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അവർ വിദേശത്തായിരുന്നു എന്നറിയാലോ, അതിനുള്ള വിശദീകരണം അവർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആവശ്യം ഭിന്നിപ്പല്ല, BJPക്ക് മുതലെടുക്കാൻ വേണ്ടി വാർത്ത ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. സോണിയാഗാന്ധി ഇന്നലെ രാജ്യസഭയിൽ ഏതാണ്ട് പുലരുന്നവരെ ഉണ്ടായിരുന്നു. അതുവരെ സോണിയാഗാന്ധി പുലരുന്നവരെ ഇന്നലെ രാജ്യസഭയിലുണ്ടായിരുന്നു. ഈ പ്രായത്തിലും അവർ 3 മണിക്കോ മറ്റോണ് പിന്നെ രാജ്യസഭയിൽ നിന്ന് പോയത്. അതൊക്കെ കാണാതെ പോവാണ്. ഇതൊക്കെ തൽപര കക്ഷികളാണ് ഇത്തരം വാർത്തകൾ ഉണ്ടാക്കുന്നതിൻ്റെ പിറകിലുള്ളത്. കോൺഗ്രസ് വളരെ നന്നായി തന്നെ ശക്തമായി തന്നെ ആ കാര്യത്തിൽ നിന്നിട്ടുണ്ട്. മാത്രമല്ല ഇന്നലെ BJP ആണ് ആ ബഹളത്തിനിടയിൽ ഒരു നിയമം പാസ്സാക്കിയെടുത്തു, മണിപ്പൂരിൽ പ്രസിഡന്റ് ഭരണം കൊണ്ടുവരുന്നത്. അതാണ് ഇപ്പോൾ ഇവിടെ മറ്റു ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിലൊക്കെ ഞങ്ങളാണ് ഇനി ചാമ്പ്യന്മാരെന്ന് പറയുന്നവർ മണിപ്പൂരിൽ തല്ലിച്ചതക്കാൻ വേണ്ടി പാർലമെൻറ്റിൽ ഇന്നലെ ഈ ബഹളത്തിനിടയിൽ അവർക്കെതിരായുള്ള കരിനിയമം, പ്രസിഡന്റ് ഭരണം നടപ്പാക്കുന്ന നിയമം ഇന്നലെ പാസ്സാക്കിയുള്ളൂ. ഇത് ഇന്ന് ഒരു കമ്മ്യൂണിറ്റിക്കെതിരെ, നാളെ മറ്റൊരു കമ്മ്യൂണിറ്റിക്കെതിരെ, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ മതേതര വിശ്വാസികൾ, അതിൽ സമുദായമില്ല, എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം എന്നാണ് ഞാൻ പറയുന്നത്.